ലോർഡ്. കർത്താവിന്റെ Praise the Lord. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പിന്നെയും വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരേണ്ടതിന് കർത്താവ് ഒരു അവസരം കൂടി നമുക്ക് ദാനമായി തന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ വിശുദ്ധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശം ഒരുക്കിയല്ലോ. സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലുതും ചെറുതുമായ ഉപകാരങ്ങൾക്ക് നന്ദി കരയേറ്റുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഈ സന്ധ്യാവേളയെങ്കിലും പിന്നെയും ഒരുമിച്ച് വചനദീപ്തി പ്രേക്ഷകരോടൊപ്പം അല്പസമയം ആയിരിക്കാൻ കർത്താവ് സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് പാസ്റ്റർ അനി ഈപ്പൻ എബ്രഹാം കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകപ്രസിദ്ധ സുവിശേഷകയായിരിക്കുന്ന കർത്തദാസി അന്നകണ്ഠത്തിൽ ആന്റിയുടെ പ്രിയ മകനാണ് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ അഭിമാനത്തോടെ നമുക്ക് ഇന്ന് രാത്രികാലം കർത്തദാസൻ നമ്മോട് ഒത്തായിരിക്കുന്നത് നമുക്ക് വളരെ അഭിമാനമുണ്ട്. കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം താനൊരു അധ്യാപക വൃത്തി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ വേലയിൽ വ്യാപൃതനായിരിക്കാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസകാലങ്ങളിൽ കർത്താവിന്റെ ദാസന് അനേക അനുഭവ സമ്പത്ത് കർത്താവ് നൽകി. ഈ ദിവസകാലങ്ങളിൽ തന്റെ അനുഭവം നമ്മോട് പങ്കിടുവാൻ നമ്മുടെ വചനദീപ്തി പ്രേക്ഷകരോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്തദാസിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പാസ്റ്ററെ, ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ഞങ്ങളെ ഒരു നിമിഷം കർത്തദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അനുഗ്രഹീതത്തിനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങൾക്കൊക്കെയും കിട്ടുന്ന സമയങ്ങളെ അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ അങ്ങയിടയാക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അപ്പാ, ഈ നിരാത്രികാലം അങ്ങ് ഞങ്ങൾക്ക് ചെയ്തതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഞങ്ങൾ കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും ലോകത്തിന്റെ ഇഷ്ടത്തിനുമൊക്കെ ആയിരുന്നവരാണ്. അവിടുത്തെ സ്നേഹ കടാക്ഷം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തി അങ്ങ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു പുറത്തു കൊണ്ടുവന്നു. അപ്പന്റെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത കൃപകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ, അപ്പന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അഭിഷിക്തനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസകാലങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഓരോ ദൗത്യങ്ങളും അതിശക്തമായി ചെയ്തെടുക്കുവാൻ ദൈവകൃപ കൊടുത്ത് മാനിച്ചാട്ടെ. ഇന്ന് ഈ സന്ധ്യാവേളയെങ്കിൽ ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ അധികമായി ഉപയോഗിക്കണമേ. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ സാക്ഷ്യവാചകങ്ങളും ദൈവം ചെയ്ത ഉപകാരങ്ങളും വർണ്ണിപ്പാൻ കൃപ നൽകിയാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥനയാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ താന് ഇന്ന് രാത്രികാലം വളരെ തിരക്കേറിയ അനുഭവത്തിലായിരുന്നു എന്ന് അറിയാം. എങ്കിലും കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തല്ലോ. പ്രത്യേകാൽ തന്റെ ബാല്യകാല അനുഭവങ്ങൾ, നല്ല സ്മരണകൾ നമുക്ക് പങ്കിടുവാൻ അവസരമുണ്ട്. ഈ രക്ഷയിലേക്ക് കടന്നു വരുവാനുള്ള മാർഗങ്ങൾ ചിലരെ പറയും തങ്ങളുടെ മാതാപിതാക്കൾ രക്ഷയിൽ വന്നതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ട്. കർത്താവിനെ അറിയേണ്ടതിനും കർത്തൃപാതയിലേക്ക് ഈ വേലയിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടുവാനുണ്ടായ കാരണങ്ങൾ നമുക്ക് ഇന്ന് രാത്രികാലം നമ്മുടെ പ്രേക്ഷകരോടൊത്ത് പങ്കിടുവാനുണ്ട്. അപ്പോൾ തന്നെ തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, തന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, തന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കിട്ടതിന് ശേഷം കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങൾ തുടരാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് സ്തോത്രം, ഫാദറും മദറും, സ്തോത്രം, ഡാഡിയും മമ്മിയും, ഞങ്ങൾ 2 മക്കളാണ്. സ്തോത്രം. അതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്.
നാമധേയ ക്രൈസ്തവ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനായിട്ടിടയായത്. സ്തോത്രം. കാലങ്ങൾ മുമ്പോട്ട് പോയി. എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ വൈഫിൻ്റെ പേര് സൂനം. ദൈവം ഞങ്ങൾക്ക് 2 മക്കളെയാണ് തന്നിരിക്കുന്നത്. മൂത്ത മോളുടെ പേര് ആൻ എന്നാണ്. ആൻ +2 കഴിഞ്ഞ് പഠനത്തോടുള്ള ബന്ധത്തിൽ വിദേശത്തേക്ക് ദൈവത്തിന്റെ കൃപയാൽ പോയിരിക്കുന്നു. രണ്ടാമത്തത് മോനാണ്. മോന്റെ പേര് അലൻ എന്നാണ്. അലൻ ഇവിടെ 11ാം ക്ലാസ്സിൽ പഠിക്കും. അതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഞാൻ ജനിച്ച കുടുംബം എന്ന് പറയുന്നത് എൻ്റെ പേരൻസ്, ഞങ്ങൾ 2 മക്കളായിരുന്നു. എനിക്കൊരു മൂത്ത സഹോദരനായിരുന്നു. മൂത്ത സഹോദരൻ 2020 ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. അപ്പൊ തന്നെ എൻ്റെ ജനനം മുതൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് ഒരുപാട് എൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് എൻ്റെ അമ്മ, എൻ്റെ മാതാവ് ഒരുപാട് ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. കാരണം ഞാൻ ഫാമിലിയിൽ എൻ്റെ പേരൻസിന്റെ 2nd ചൈൽഡാണ് ഞാൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 1970കളുടെ ആരംഭത്തിലൊക്കെയാണ്. ആ സമയത്ത് ഒരു 2nd ചൈൽഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ, ബ്ലഡ് ഗ്രൂപ്പ് സംബന്ധമായ കോംപ്ലിക്കേഷൻസ് ഒക്കെ എൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായി. എൻ്റെ ഫാദർ ബി പോസിറ്റീവും എൻ്റെ മദർ ഒ നെഗറ്റീവും ആയതുകൊണ്ട് അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് സംബന്ധമായ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി. ഞാൻ ജനിച്ച് വീണതിൻ്റെ സ്തോത്രം 6ാമത്തെ ദിവസം മരിച്ചു പോകുമെന്ന് അന്നത്തെ വൈദ്യശാസ്ത്രം വിധി എഴുതുകയാണ്. എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞൊരു വാചകം, ഞാൻ ജനിച്ചു വീണപ്പോൾ എനിക്ക് നല്ല മുടിയും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഈ ബ്ലഡിലെ ബില്ലിറൂബിന്റെ അളവ് വളരെയധികം ഉയരുവാനായിട്ട് ഇടയായി. സാധാരണ നമ്മുടെ ഒക്കെ ബ്ലഡിലെ ഒരു ബില്ലിറൂബിന്റെ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിലോ 1.8 ഒക്കെയാണ് അതിന്റെ നോർമൽ ലെവൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റേത് വർദ്ധിച്ച് 14.6 വരെ ആയി. അപ്പം ആ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം അനുസരിച്ച് പിന്നെ ഇതിനകത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താനേ പറ്റുള്ളൂ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അന്ന് ഞാൻ ജനിച്ചത് തിരുവല്ല സാഹിബിന്റെ ആശുപത്രി എന്ന് പറയുന്ന മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എൻ്റെ മദർ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്നു. ഞാനിങ്ങനെ ഒരു കണ്ടീഷനിൽ അവിടം വരെയുള്ള യാത്ര ഒരു കാരണവശാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തില്ല. കാരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണമെങ്കിൽ കോലഞ്ചേരിയിൽ കൊണ്ടുപോകണം. അവിടെ വരെ ഉള്ള യാത്ര ഒരു കാരണവശാലും സ്റ്റാൻഡ് ചെയ്യത്തില്ല. അത് എൻ്റെ അമ്മയുടെ അമ്മ വന്ന് അമ്മയോട് പറഞ്ഞെന്നാണ് അമ്മ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 6 ദിവസം നീ കുഞ്ഞിനെ കണ്ടു, അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ തയ്യാറാകണം എന്നുള്ള അർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഈ കുഞ്ഞിനെ എന്തും സംഭവിക്കാം. അതെന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ തയ്യാറാകണം എന്നുള്ള ഒരാശയമാണ് കൈമാറിയത്. എന്നാൽ എൻ്റെ അമ്മ നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചതും ഒക്കെ. അപ്പൊ അവിടെ ഇങ്ങനെ സഹപാഠികളൊക്കെ ആയിട്ട് കോമ്പറ്റീഷനിൽ ബൈബിൾ വായിക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ ഒരു വാക്യം തുടക്കി, യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചു. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്നേരം ഞങ്ങളെല്ലാം എൻ്റെ മദറും എൻ്റെ പേരൻസും ഒക്കെ മദറും ഒക്കെ അന്നേരവും ഈ നാമധേയ ക്രൈസ്തവ വിശ്വാസത്തിലാണ്. യാക്കോബാരാണെന്നും
യാക്കോബ് എന്തിനാ മല്ലു പിടിച്ചതെന്നു, എവിടെ വെച്ച് മല്ലു പിടിച്ചത്? ഇതിന്റെ ഈ നമ്മൾ പറയുന്ന പോലെ ഒരു പെന്റക്കോസ്റ്റൽ രീതിയിൽ നമ്മൾ വചനം എടുത്ത് വ്യാഖ്യാനിച്ച് പഠിക്കുന്ന ഇതൊന്നും അന്നേരം ഇല്ല. അപ്പൊ ഈ ഒരു വാക്യം അമ്മയുടെ ഹൃദയത്തിലേക്ക് വന്നു, യാക്കോബ് ദൈവത്തോട് മല്ലു പിടിച്ച് ജയിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാന് ഈ കുഞ്ഞില്ലാതെ ആശുപത്രി വിട്ടു പോകത്തില്ല, ഈ കുഞ്ഞില്ലാതെ ഞാൻ ആശുപത്രി വിട്ട് ഞാൻ പോകത്തില്ല. യാക്കോബ് ദൈവത്തോട് മല്ലു പിടിച്ചെങ്കിൽ ഞാനും മല്ലു പിടിക്കുക. അപ്പൊ ഞാൻ ഇതിനകത്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുപാട് ആളുകൾക്ക് അറിയാൻ മേലാത്ത ഒരു സത്യമുണ്ട്. ദൈവവചനം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. ഞാൻ അങ്ങ് പറഞ്ഞങ്ങ് പോയാൽ അതൊരു വചന ശുശ്രൂഷയായി പോകുന്നുണ്ട്. അങ്ങനെ പോകാതെ ഞാൻ ശ്രദ്ധിക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മൾ യോഹന്നാൻ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവവചനം എന്ന് പറയുന്നതാണ്. ഇന്ന് ആളുകളെല്ലാം പല ആളുകൾ പല കാര്യങ്ങളുടെ പിന്നിലാണ് പോകുന്നതും, പലരും പല കാര്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ജീവിപ്പിക്കുന്നതും നിലനിർത്തുന്നതും നമുക്ക് ധൈര്യം തരുന്നതുമെല്ലാം ബാക്കിയുള്ള എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻസ് അത് നല്ലതാണ്, അത് ഉണ്ടാവുമ്പോൾ നമ്മൾ തന്നെ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. പക്ഷേ ദൈവവചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാര്യം ദൈവം തന്റെ വചനം വിട്ട് ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. സ്തോത്രം. ഞാൻ ഈ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഒരു വേദഭാഗമാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ, സ്തോത്രം, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നതിനെ പല ഭാഗങ്ങളിൽ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 ഗലാത്യർ 1:15 താൻ പറഞ്ഞു, എന്റെ ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം എന്ന് പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:4 പൗലോസ് പറയുന്ന, ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, കുറച്ചുകൂടെ വെളിപ്പാട് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനനം മുതലല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, വൈദ്യ ശാസ്ത്രം എന്ന് പറഞ്ഞാലും ഞാൻ ഇത് പറയുമ്പം ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഞാൻ അതിന്റെ കാര്യകാരണങ്ങളിലേക്കൊക്കെ സമയം അനുവദിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്നൊരു ഒഴുക്കൽ ഞാൻ വരാം. അപ്പം ആ ദൈവത്തിന്റെ ഒരു നിർണയമുണ്ട്, ദൈവനിർണയമുണ്ട്. റോമർ 8:28 പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു അവസ്ഥയിൽ ഈ ഒരു വാക്യം എൻ്റെ അമ്മയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അമ്മ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞില്ലാതെ ഈ ആശുപത്രി വിട്ട് ഞാൻ പോകത്തില്ല. സ്തോത്രം. അങ്ങനെ അമ്മ പിന്നെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടേക്കുന്ന വേറൊരു കാര്യമാണ്, അന്ന് നമ്മളിപ്പോ ഈ മതിലേലൊക്കെ വാക്യങ്ങൾ എഴുതി വെക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണ കാണുന്ന ഒരു വാക്യമാണ്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ, വാക്യം യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് യോഹന്നാൻ 1:7 വായിക്കുന്നത്. അമ്മ അന്ന് അതിനെ മനസ്സിലാക്കിയത്, യേശുവിന്റെ രക്തം രക്ഷിക്കും. അപ്പം പാപം എന്താണെന്നോ പാപം പോക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നോ എന്നൊന്നും അന്ന് അറിയത്തില്ല. ഇന്നങ്ങനല്ല. എൻ്റെ അമ്മ ലോകപ്രസിദ്ധിയായ ഒരു സുവിശേഷകയാണ്. സ്തോത്രം. വളരെ ശക്തമായി കറതീർന്ന നിലയിൽ ദൈവവചനം, സ്തോത്രം, വളരെ ആധികാരികമായിട്ട് പറയാൻ ദൈവം എൻ്റെ അമ്മയെ ഇന്ന് ഉപയോഗിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്നു, ഞാനതിൽ സന്തോഷിക്കുന്നു. വളരെ സ്തോത്രം. തീർച്ചയായിട്ടും ലോകം അറിയപ്പെടുന്ന ഒരു കർത്തൃദാസിയുടെ മകനായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞ അന്നത്തെ അമ്മയുടെ അറിവിൽ അമ്മയ്ക്ക് എത്രേ അറിയത്തുള്ളൂ, യേശുവിന്റെ രക്തം രക്ഷിക്കും. അതറിയാവുന്നത് കൊണ്ട് അമ്മ പറഞ്ഞു, പിന്നെ നിന്റെ രക്തം രക്ഷിക്കുമെന്നല്ലേ ഈ കർത്താവിനോടാ പറയുന്നത്. സിസേറിയൻ കഴിഞ്ഞ് അമ്മ ഹോസ്പിറ്റലില്ല, 16 സ്റ്റിച്ചസും 22 ക്ലിപ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ എന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല.
മരിക്കാനായിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. കാരണം അതുപോലെ, അതായത് മഞ്ഞ പെയിന്റ്, എനിക്ക് തോന്നുന്നു അതുപോലെ ശരീരം മുഴുവൻ മഞ്ഞയായി, ഒന്നും ചെയ്യാനില്ല. അന്നത്തെ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, പിന്നെ നിന്റെ രക്തം രക്ഷിക്കുമെന്നല്ലേ പറയുന്നേ, നിന്റെ രക്തം കൊടുക്കുന്നത്. രക്തസംബന്ധമായ കോംപ്ലിക്കേഷൻ ആണല്ലോ. കാരണം ഈ എൻ്റെ ഫാദറും മദറും 2 ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടവരായതുകൊണ്ടുണ്ടായ കോംപ്ലിക്കേഷൻ ആണ് ഇതിന്റെയൊക്കെ ഒരു തുടക്കം. അപ്പം പറഞ്ഞു നിന്റെ രക്തം രക്ഷിക്കുമെന്നല്ലേ പറയുന്നത്, നിന്റെ രക്തം കൊടുക്ക്. അപ്പം പിന്നെ ഓക്കെ, 6 ആഴ്ച കുഞ്ഞിനെ 6 ആഴ്ച തികയുന്നവരെ O നെഗറ്റീവ് ബ്ലഡേ കൊടുക്കാനൊക്കെ, വേറെ അമ്മയുടെ ബ്ലഡ് അല്ലാതെ വേറെ ഒന്നും കൊടുക്കാനൊക്കത്തില്ല. O നെഗറ്റീവ് എന്ന് പറയുന്ന ബ്ലഡ് ഭൂമിയിൽ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ O നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞു O നെഗറ്റീവ് വേണ്ട, നിന്റെ രക്തം കൊടുത്തോളാം. അപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ സാരം എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മുറി അറിവിലാണെങ്കിലും അന്നത്തെ അറിവിൽ വെച്ച് പറഞ്ഞത് ദൈവവചനപ്രകാരമുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്ത്, ഞാൻ ശുശ്രൂഷിച്ചാലും എന്ത് ചെയ്താലും, ഐ ലവ് ദ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ സാക്ഷ്യത്തിലും എൻ്റെ പ്രസംഗത്തിലും എൻ്റെ ശുശ്രൂഷയിലും എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ 2ാം സ്ഥാനമേ ഉള്ളൂ. ദൈവവചനത്തെയാണ് ഞാൻ അതാണ് എൻ്റെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മള് when you make a claim based on the word of God, then God has to do something. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ, അതാ എൻ്റെ അമ്മ പറഞ്ഞത്, നിന്റെ രക്തം കൊടുക്കുക, O നെഗറ്റീവ് കിട്ടാനില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാൻ എൻ്റെ അമ്മയുടെ അപ്പൻ, ആ കാലത്ത് തിരുവല്ലയിലെ കിരീടം വെക്കാത്ത രാജാവായിട്ട് വാഴുന്ന കാലഘട്ടം. എന്നിട്ടും അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നിട്ട് ബ്ലഡ് കിട്ടുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു നിന്റെ രക്തം കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മ അങ്ങ് മയങ്ങിപ്പോയി. അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മയുള്ളത്, ആ മയക്കത്തിൽ അമ്മ ഒരു കാഴ്ച കാണും. ഒരു മനുഷ്യനെ കാണുന്നു, ഒരാളിനെ കാണുന്നു. ആളിനൊരു നീല റോബ് ആള് ധരിച്ചിട്ടുണ്ട്. ആ ആളിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്തം കൊടുക്കുന്ന ഒരു കാഴ്ച അമ്മ കണ്ടെന്നാ പറയാം. സ്തോത്രം. അപ്പം അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുമ്പോ ഇങ്ങനെ ബ്ലഡ് എടുക്കാനായിട്ട് ബില്ലി റൂമിന്റെ ലെവല് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ കുത്തി ഞരമ്പ് കിട്ടാതായിട്ട് എൻ്റെ കാലുകളിൽ ഒന്നിന്റെ പത്തിയുടെ അവിടം വെച്ച് മുറിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ ബ്ലഡ് എടുക്കുന്നത്. ആ മുറിച്ചതിന്റെ സ്റ്റിച്ചിട്ടതിന്റെ പാട് ഇന്നും എൻ്റെ കാലിലുണ്ട്. അപ്പൊ അതിനിടയിലൊരു പിന്നെ കർത്താവിന്റെ ദാസൻ നവജീവൻ, ഞാൻ അദ്ദേഹത്തെ എനിക്ക് കാണാൻ അവസരം ലഭിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വളരെ നന്ദിയോടുകൂടെ ദൈവദാസൻ ഈ സമയത്ത് ഓർക്കുന്നു. നവജീവോദയത്തിലെ കുട്ടച്ചൻ ഉപദേശി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എൻ്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് അമ്മ ഫാദറിനോട് പറഞ്ഞു കുട്ടച്ചൻ ഉപദേശിയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം. കാരണം ഇറ്റ്സ് എ ടൈം ഓഫ് ഡെസ്പറേഷൻ. ഇവരുടെയൊക്കെ കുടുംബത്തിൽ ചെറിയൊരു ജലദോഷം വന്നാലും വലിയ ആളുകളാ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പക്ഷെ എൻ്റെ അമ്മയുടെ ആഗ്രഹം അതായിരുന്നുകൊണ്ടും ഇങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നുകൊണ്ടും എൻ്റെ അമ്മയുടെ ഫാദർ ഒരു കുറിപ്പ് കൊടുത്തയച്ചു. ആ കർത്താവിന്റെ ദാസൻ ആദ്യം അമ്മയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു. അതിന് ശേഷം മരിക്കാനായിട്ട് മാറ്റിയിട്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ രക്തത്തിലെ ബില്ലിറൂബിന്റെ അളവ് 14.6 നിന്ന് മുകളിലേക്ക് പോയിട്ടില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും 14.6 തന്നെ അത് സ്റ്റേബിൾ ആണ്. വീണ്ടും നോക്കുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. വീണ്ടും നോക്കുമ്പോൾ അത് 14.5 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നത് 2-3 മാസം ആ അവസ്ഥയിൽ ആ ഹോസ്പിറ്റലിൽ കിടന്ന്
ബില്ലി റൂമിന്റെ അളവ് നോർമലായിട്ടാണ് പിന്നെ എന്നെയും കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന്. ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, ദൈവദാസന്മാരുടെ വിശുദ്ധിയിലും വേർപാടിലും ആത്മനിറവിലും ജീവിക്കുന്ന കർത്തൃദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും സ്വർഗം മറുപടി തരും. ഞാനൊരു ആത്മീക ദൂത് അവിടുന്ന് കൈമാറട്ടെ. സ്തോത്രം. പ്രാണനെതിരെ, ആയുസിനെതിരെ പിശാച് മരണത്തിന്റെ രേഖ എഴുതി മുദ്ര വെച്ചാലും സ്തോത്രം, ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അതിനെ തിരുത്തുവാൻ കഴിയുമെന്ന് ഈ രാത്രിയിൽ സ്തോത്രം ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാ. സ്തോത്രം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 2:14 മുതൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തുകളെ ക്രൂശിൽ തറച്ച് മായിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തെ കുറിച്ച് നമ്മൾ കൊലോസ്യർ 2:14-15 ആ ഭാഗങ്ങൾ വായിക്കുന്നു. സ്തോത്രം. ഈ അവസരത്തിൽ ആ വാക്യം കോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ കർത്തൃദാസനെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അന്ന് അദ്ദേഹമോട് ഒന്ന് പ്രാർത്ഥിച്ചത് സ്തോത്രം, സ്വർഗം അതിനെ സ്വർഗം ആ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വിശുദ്ധിയിലും വേർപാടിലും ദൈവാത്മാവിന്റെ നിറവിലും ജീവിക്കുന്ന ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഏത് അവസ്ഥയെയും മാറ്റിമറിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങേയറ്റം നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ വീണ്ടും അത് പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് 6 ദിവസം നീ കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇനി എന്ത് സംഭവിച്ചാലും അതിനെ ഫേസ് ചെയ്യണം. പക്ഷെ ഇല്ല. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സാക്ഷ്യം ഞാൻ ഈ സൂമിൽ പങ്കുവെക്കുമ്പോൾ എൻ്റെ 51-ാമത്തെ വയസ്സിലാണ് ഞാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സമയത്ത് വളരെ ഗഹനമായ ആലോചനകൾ 2 ഭവനങ്ങളിലും നടക്കുന്നുണ്ട്. കാരണം ഞാൻ വളരെ കുഞ്ഞാണ്. എൻ്റെ ആ സമയത്തെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ വീടായ കറ്റോട്ട്, മരിച്ചാൽ കറ്റോട്ടാണോ കുഴിച്ചിടേണ്ടത് അതോ ഫാദറിന്റെ വീടായ കോട്ടയത്ത് മാങ്ങാനത്താണോ കുഴിച്ചിടേണ്ടത് എന്നൊക്കെ അവര് തിരക്കിട്ട് ആലോചിച്ചെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ കൃപയാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നു. അതിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ എൻ്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ, ഞാനൊരു വളരെ പിക്യൂലിയർ പേഴ്സൺ. എൻ്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ വളരെ സ്ലോ ആയിരുന്നു. എന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറഞ്ഞ, ഒരു 6 വയസ്സിൽ എനിക്ക് 5 വയസ്സിന്റെ ഒരു ഇതേ ഉള്ളൂ. ഞാൻ വളരെ അങ്ങനെ എൻ്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ കുറച്ച് സ്ലോ ആയിരുന്നു. എൻ്റെ പേരൻസ്, എൻ്റെ മാതാപിതാക്കള് 22 വർഷം ആഫ്രിക്കയിലെ 3 രാജ്യങ്ങളിലെ ജോലികളുടെ ബന്ധത്തിലായിരുന്നു. അതിനുശേഷം അപ്പൊ അങ്ങനെ അവിടെ കുറച്ചു കാലമൊക്കെ പഠിച്ചു. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ എനിക്ക് വിദേശത്തു നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ലുസാക്ക എന്ന് പറയുന്ന സ്ഥലത്ത്, സാംബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ലുസാക്ക എന്ന് പറയുന്ന ഇടത്ത് ഒരു നല്ല സ്കൂളിലാണ് എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷും എൻ്റെ ആക്സന്റും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിന് കേരള ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. I consider myself so very blessed to have my basic education outside India. ഞാൻ എവിടെ ചെന്ന ആൾക്കാരോട് സംസാരിച്ചാലും അവരെന്നോട് ചോദിക്കും, നിന്റെ സംസാരവും ഒക്കെ വ്യത്യസ്തമാണല്ലോ, നീ എവിടെ പഠിച്ചെന്ന് ചോദിക്കും. ഞാൻ ഇന്നടത്താ പഠിച്ചത്. പഠിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ ദൈവം അവസരം തന്നു. സ്തോത്രം. ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് 1983 എൻ്റെ ജ്യേഷ്ഠന്
കോളേജിലൊക്കെ പഠിക്കാനുള്ള സമയമായപ്പോഴത്തേക്ക് അമ്മയും ഞങ്ങളും ഇങ്ങനെ നാട്ടിലേക്ക് വന്നു. ചേട്ടൻ ഇവിടെ കോളേജിൽ പഠിക്കാൻ ചേർന്നു. ഞാൻ ഇവിടുത്തെ സ്കൂളിൽ, കോട്ടയത്തെ സ്കൂളിൽ ചേർന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ ആകെപ്പാടെ എല്ലാം കൂടെ വലിയ പ്രശ്നം. കാരണം മലയാളം പഠിക്കണം, ഹിന്ദി പഠിക്കണം, സംസ്കൃതം പഠിക്കണം. എനിക്കാണെ ആകെപ്പാടെ വെള്ളം പോലെ അറിയാവുന്ന ഒറ്റ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് അവർക്ക് അറിയത്തുമില്ല, അവർക്കറിയാവുന്ന സംസ്കൃതവും ഹിന്ദിയോ ഒന്നും എനിക്കറിയത്തില്ല. ഏതായാലും പിന്നെ എനിക്ക് അപ്പം പിന്നെ ഹിന്ദിക്ക് ട്യൂഷനൊക്കെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ പഠിച്ചു. അതിനുശേഷം അതെനിക്കൊന്നൊരു ഹൈസ്കൂൾ വരെ, 8ാം ക്ലാസ് വരെ അങ്ങനെ പഠിച്ചു. 9ഉം 10ഉം ക്ലാസ്സുകൾ ഞാൻ ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത്. പെരുമ്പാവൂർ ആശ്രമ ഹൈസ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അപ്പം അന്നേരം ഞാൻ ഈ ബോർഡിങ്ങിൽ അന്നേരം നിൽക്കുമ്പോഴാണ് സത്യം ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഹോം സിക്നെസ്സും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ അപ്പൊ 10ാം ക്ലാസ്സിലെ പരീക്ഷ എടുത്തു. അന്നേരം അമ്മയോട് പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ തരാം, ഞാൻ പഠിക്കുന്നൊന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല, എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പൊ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് അറിയാവുന്ന എഴുതിയാൽ മതി. അതാണ് എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഒരു വളരെ വ്യത്യസ്തമായ ഒരു ദൈവദാസിയാണ് എൻ്റെ മാതാവ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ എത്ര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കൊണ്ട് കാണിച്ചാലും അതിനകത്തെ ഒരു പോസിറ്റീവ് കാര്യം എടുക്കണം. അതാണ് എൻ്റെ മദറിലുള്ള ഒരു വലിയ അതൊരു ദൈവകൃപയാണ് പറഞ്ഞാൽ. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്കറിയാവുന്ന എഴുതിയാൽ മതി, ഇപ്പം നീ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട, നീ ഒരു വിഷയത്തിൽ തോറ്റു എന്നുള്ളതുകൊണ്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പരീക്ഷയ്ക്ക് തോക്കുമെന്ന അമ്മ പറഞ്ഞതൊന്നുമല്ല. നമ്മൾ ഒരാളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ സാക്ഷ്യങ്ങളിലും നമ്മുടെ പ്രബോധനങ്ങളിലും ഒക്കെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ദൈവവചനം നമുക്ക് എന്താ തരുന്നത്? ദൈവവചനത്തെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ? ദാറ്റ് ഈസ് ഒരു പോസിറ്റീവ് എനർജി അല്ലേ. നമ്മൾ ഒരു 45 മിനിറ്റ് ദൈവവചനം സംസാരിച്ചാൽ ആ വചനം കേൾക്കുന്നയാൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാകണം അല്ലേ. പക്ഷപാതക്കാരനെ നോക്കി ഞാനിങ്ങനെ എനിക്ക് വചനത്തെ തൊടാൻ ഞാൻ വളരെ സങ്കുചിതമായിട്ടായിരിക്കും. കാരണം വചനത്തിൽ അങ്ങ് തൊട്ട് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് പോകും. അത് സിസ്റ്റർ വേറൊരു അവസരത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവവചനമൊക്കെ ചിന്തിക്കാം. സ്തോത്രം. ഈ തളർവാദ രോഗിയെ നോക്കി യേശു കർത്താവ് പറയുന്നത്, മകനെ ധൈര്യമായിരിക്കുകയാണ്. മകനെ ധൈര്യമായിരിക്കുക. ഇപ്പൊ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഏത് വകുപ്പിലാണ് അവൻ ധൈര്യമായിട്ടിരിക്കുന്നത്? അവന് ധൈര്യപ്പെടാനൊന്നുമില്ല. എന്ത് കണ്ടിട്ട് അവൻ ധൈര്യപ്പെടണം? പക്ഷെ അവനോട് യേശു പറഞ്ഞു, നീ ധൈര്യമായിരിക്കും, മകനെ എന്ന് അവനെ വിളിക്കുന്നേ, ധൈര്യമായിരിക്കുക അല്ലേ. അപ്പൊ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് എന്താ കിട്ടേണ്ടത്? ദൈവവചന കേൾവിയിൽ നിന്നോ, ദൈവവചന വായനയിൽ നിന്നോ, ദൈവവചന പഠനത്തിൽ നിന്നോ നമുക്ക് കിട്ടേണ്ടത് ഒരു പോസിറ്റീവ് എനർജി അല്ലേ. ആ ഒരു പോസിറ്റിവിറ്റി ഇന്നറിയാവുന്നതുപോലെ എൻ്റെ അമ്മയ്ക്ക് വചനം അറിയാൻ മേലാതിരുന്ന സമയത്തും അമ്മയ്ക്ക് തരാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തായാലും പരീക്ഷ എഴുതി, സ്തോത്രം, ഞാൻ ചുരുക്കി പറഞ്ഞ് മുമ്പോട്ട് പോയിട്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ ഞാൻ പാസ്സായി. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ കോട്ടയം ബസേലിയസ് കോളേജില് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രിക്ക് കോളേജിലെ ഹയസ്റ്റ് മാർക്ക് എനിക്കായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഡിഗ്രിക്ക് ചേർന്നു. 91 മുതൽ 94 വരെ ഞാൻ അവിടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ബികോമിന് പഠിച്ചു. ബികോമിനും എനിക്ക് വളരെ ഉയർന്ന മാർക്സ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പിന്നെ ഞാൻ ഇടയ്ക്ക് CAക്ക് ഞാനൊന്ന് പോയി. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് മാറിയുള്ള താമസവും ഫുഡിലെ വ്യത്യസ്തതയൊക്കെ കൊണ്ട്
എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ചു വന്ന് ഞാൻ PGക്ക് ജോയിൻ ചെയ്തു 1997 ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. സ്തോത്രം. അപ്പൊ ഇത് ഇനി നമുക്ക് ഈ വിശ്വാസത്തിലേക്ക് വരുന്ന ഇതിലേക്ക് വരാം. അപ്പം 1998 സെപ്റ്റംബറിലാണ് എൻ്റെ മദർ സ്നാനപ്പെട്ട ദൈവ കൃപയിലേക്ക് വരുന്നത്. അപ്പൊ എറണാകുളത്ത് ആ സമയത്ത് അമ്മ ഇന്നത്തെ പോലല്ല, അന്ന് ബിസിനസ്സിലിരിക്കുന്ന സമയമാണ്. അപ്പൊ എറണാകുളത്ത് ഞങ്ങൾക്കൊരു ഭവനമുണ്ട്. അപ്പൊ അമ്മ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എറണാകുളത്തുള്ള ഞങ്ങളുടെ ഭവനത്തില് ചർച്ചക്കോട് ഗോസ്ബൽ സെന്ററിൽ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ NG സാംകുട്ടി പാസ്റ്ററുടെ ചർച്ചിലെ പ്രയർ ഉണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും അവിടെ പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഞാന് വെള്ളിയാഴ്ചകൾ, തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ കോളേജിൽ പോകും. വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ ഞാൻ എറണാകുളത്തിന് പോയിട്ട് തിരിച്ച് ഞാൻ സൺഡേ വൈകിട്ട് അല്ലെങ്കിൽ മൺഡേ മോർണിംഗിൽ വരും. അപ്പൊ ഇവിടെ നമുക്ക് കോട്ടയത്ത് പ്രസ്സും ഒക്കെ ഉണ്ട്. ഫാദറിന് ഇവിടെ ഫിസിക്സിന്റെ ട്യൂഷൻ സെന്റർ ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊരു ഭാഗത്തോടെ പോവാണ്. അപ്പൊ ഈ വസ്തു പറഞ്ഞാൽ അമ്മ സ്നാനപ്പെടാൻ തീരുമാനിച്ചത് എനിക്കതൊന്നും മനസ്സിലായില്ല എന്താണ് സംഗതി. കാരണം അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എൻ്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ഒരു മാർഗത്തിലോട്ട് പോയാൽ ഇപ്പൊ എനിക്ക് എൻ്റെ വിവാഹം നടക്കുമോ, എനിക്കൊരു നല്ല ആലോചന വരുമോ എന്നൊക്കെ. അപ്പൊ ഞാന് അമ്മയോട് പറഞ്ഞു, അമ്മ അത് ഒരു വല്ലാത്തൊരു ഇതായി പോയില്ല. അപ്പം എന്നോട് അമ്മ എത്രേ പറഞ്ഞോട്ടു, അതൊന്നും എനിക്കറിയാൻ മേല. ഇതൊരു സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയ ദൈവം നിനക്കും ബോധ്യപ്പെടുത്തി തരും. നിനക്കത് ബോധ്യപ്പെടുത്തുമ്പോൾ നീയും എൻ്റെ കൂടെ കാണുന്നു. അപ്പൊ ഞാന് വാസ്തവത്തിലൊരു പെന്റക്കോസ്റ്റൽ വർഷിപ്പ് അല്ലെ പെന്റക്കോസ്റ്റൽ പ്രയർ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത് ഈ എറണാകുളത്തുള്ള ഞങ്ങളുടെ ഭവനത്തിലെ ഈ സാറ്റർഡേ പ്രയർ. നമുക്ക് അതിനു മുമ്പ് ഇവരുമായിട്ട് ഒരു ടച്ചും ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ കൂട്ടരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് പരിചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പള്ളിയിൽ ചെല്ലുക, അവിടെ ഇരിക്കുക, നമ്മൾ ചില ചൊൽത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറയുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോരുക. അത് ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരാഴ്ച പള്ളി പോയെങ്കിലായി, ചിലപ്പം മാസങ്ങൾ അടുപ്പിച്ച് പോകാതിരിക്കും. അത് നോബഡി ഈസ് ദാറ്റ് ടു ക്വസ്റ്റ്യൻ. അപ്പൊ പക്ഷേ ഈ പെന്റക്കോസ്റ്റൽ സ്റ്റൈലിലുള്ള ഒരു പ്രയർ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ കാണുന്നത് ഈ എറണാകുളത്തുള്ള ഭവനത്തിലെ പ്രാർത്ഥനയിൽ വെച്ചാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുറെ പേര് വന്നിരിക്കുന്നുണ്ട്. ഒരാള് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാരും കൂടെ കൈയടിച്ച് പാട്ട് പാടുന്നു. പാട്ടുപാടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം വിധം ഒന്ന് മാറുന്നു. പിന്നെ ഇവര് മനുഷ്യർക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അത് ഒരാള് പറയുന്നതല്ല, വേറൊരാള് പറയുന്നത്, രണ്ടുപേര് പറയുന്നതല്ല, മൂന്നാമത്തെ ആള് പറയുന്നത്. ആകപ്പാടെ പിന്നെ അന്നേരത്തേക്ക് അങ്ങ് ഭയങ്കര ശക്തമായ കൈകെട്ടി എന്നിവരുടെ ശബ്ദമൊക്കെ അങ്ങ് കൂടി. അപ്പൊ എനിക്കത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തികച്ചും അപരിചിതമായ ഒരു പ്രാർത്ഥനാ രീതി. അപ്പൊ ഞാന് അമ്മയോട് പറഞ്ഞു, പിന്നെ ഞങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ ഇത്രയും ശബ്ദായമാനമായ അന്തരീക്ഷത്തിലല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അമ്മ പറഞ്ഞു, നിനക്കത് മനസ്സിലാകാത്തതുകൊണ്ട്. നമുക്കന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഈ വീക്കെൻഡ്സിൽ അവിടെ ചെല്ലുമ്പോൾ ഈ കർത്താവിന്റെ ദാസന് എന്നെ ആദ്യമേ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു, ഇത് ദൂതാണെന്നും പ്രവചനമാണെന്നും അന്നറിയത്തില്ല, ഇന്നറിയാം. ഇന്ന് ദൂത് എന്താണെന്നും പ്രവചനം എന്താണെന്നും ഒക്കെ നമുക്ക് കൃപയാൽ കുറച്ചൊക്കെ അറിയാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോൻ കർത്താവിന്റെ വേലയ്ക്കുള്ളതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ എപ്പോ ചെന്നാലും പുള്ളി ഇതാ പറയും,
പുള്ളിക്ക് എന്നോട് പറയാൻ വേറൊരു ദൂതില്ല. കാരണം നമുക്ക് ഒരുമിച്ചൊരു ശുശ്രൂഷയുണ്ട്, മോൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. അപ്പൊ ഞാന് ഒരു ദിവസം പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഇതൊന്നും മാറ്റി പറയാമോ? ഇപ്പൊ നമുക്കിത് അറിയത്തില്ലല്ലോ, പരിശുദ്ധാത്മാവ് പറയുന്നതായി പറയുന്നൊന്നും അന്നത്തെ നമ്മുടെ അറിവിൽ വീടൊന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ മോനെ മാറ്റി പറഞ്ഞു, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതല്ലേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഏതായാലും ഇപ്പൊ സെപ്റ്റംബറില് 98 അമ്മ ഇത് സ്നാനപ്പെട്ട ദൈവകൃപയിൽ വന്നു. 98 ഡിസംബർ 98 സെപ്റ്റംബർ ആണ്. 98 സെപ്റ്റംബർ 25 മുതൽ 25, 26, 27, 28, 29, 25 മുതൽ 28, 29 വരെ റെയ്നാർഡ് ബോങ്കയുടെ ക്രൂസൈഡ് എറണാകുളത്ത് വെച്ച് നടക്കുക. അപ്പൊ അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ പകല് പവർ മീറ്റിംഗും ഉണ്ട്, വൈകിട്ട് കൺവെൻഷനും ഉണ്ട്. അതിന് പോയി അപ്പൊ പുള്ളി അന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഗോസ്പൽ ഷെയർ ചെയ്യും. എന്നിട്ട് പുള്ളി ഒരു ഓൾട്ടർ കോൾ, ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ഗിവ് യുവർ ലൈഫ് ടു ജീസസ്. അപ്പൊ എനിക്കറിയാൻ മേല എന്നെ സംബന്ധിച്ച് ഞാനങ്ങ് കൈപൊക്കി അദ്ദേഹം പറഞ്ഞു തന്ന രക്ഷാവാചകം ഞാനും ഏറ്റുപറഞ്ഞു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. 99 സെപ്റ്റംബർ മാസം റെയ്നാർഡ് ബോങ്കയുടെ ക്രൂസൈഡ് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ആദ്യത്തെ രാത്രി 8:30 ഞാൻ രക്ഷിക്കപ്പെട്ടു. അപ്പൊ രക്ഷിക്കപ്പെട്ടു, എന്റെ പാപമൊക്കെ മോചിക്കപ്പെട്ടു. ഞാൻ ദൈവവൈതലായെന്നും ദൈവവൈതലിന്റെ പ്രിവിലേജസ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ടു, പാപമൊക്കെ മോചിക്കപ്പെട്ടു, സന്തോഷമായിട്ട് ജീവിക്കാം. അന്നേരം പിന്നെ ഇപ്പൊ ഈ വീട്ടിലെ പ്രയർ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും നടക്കുന്നുണ്ട്. അപ്പം കർത്താവിന്റെ ദാസനോട് പറഞ്ഞ്, രക്ഷിക്കപ്പെട്ട ഒരാൾ ഇനിയും ചെയ്യേണ്ടത് സ്നാനപ്പെടുക. സോ അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട എന്റെ പാപമൊക്കെ മാറിയല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളാം, ഈ സ്നാനപ്പെടാനൊന്നും ഞാനില്ല, ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിന്നോളാം. അപ്പം പാസ്റ്റർ അദ്ദേഹം വളരെ കേട്ടോ കർത്താവിന്റെ ദാസന്റെയൊക്കെ ഈ നമ്മുടെ അറിവില്ലായ്മയൊക്കെ ഉൾക്കൊള്ളാനും വളരെ സഹിഷ്ണുതയോടുകൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള അദ്ദേഹത്തിന്റെ കൃപ, അത് ഞാൻ ഇന്ന് ഓർക്കുന്നു. അതിങ്ങനെ പിന്നെ എനിക്ക് ബൈബിളിൽ നിന്ന് പറഞ്ഞു നോക്കുന്നത് എന്താന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെയുള്ള ഈ സ്നാനത്തിലേക്ക് വരുമ്പം നമ്മുടെ ആ പഴയ സാധനം കയറി വരും. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള വിടുതലൊന്നും വേണ്ട, അല്ലാതുള്ള വിടുതലൊക്കെ മതി. ഒരു കാരണവശാലും പെന്തിക്കോസിൽ ചേരാൻ ഞാനില്ല, പെന്തിക്കോസിൽ ഞാൻ പോകത്തില്ല എന്നിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ആ സമയത്താണ് എൻ്റെ M.Com ഫൈനൽ ഇയറിന്റെ എക്സാമിനേഷൻ എടുക്കുന്നത്. അപ്പൊ വാസ്തവം പറഞ്ഞാൽ ഐ വാസ് എ ഗുഡ് സ്റ്റുഡൻറ് ആൻഡ് ഐ ആം ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ നല്ലൊരു അധ്യാപകനാണ്. വചനത്തിൽ വാക്യമുണ്ട്, നിന്റെ വായല്ല മറ്റൊരുത്തൻ നിന്നെ പുകഴ്ത്തട്ടെ എന്ന് വചനത്തിൽ വാക്യമുണ്ട്. അത് വിസ്മരിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ കൃപയെ കുറിച്ച് ഞാൻ പറയുന്നത്. ഞാനൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് എടാ, നീ ഈ സാറ് പറയുന്നതിനേക്കാളും നന്നായിട്ട് നീ പറയുമ്പോൾ മനസ്സിലാകാറുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാ നിങ്ങൾ പോരെ, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എന്തോ എനിക്കൊരു സന്ദേഹം ഉണ്ടായി, പരീക്ഷ എഴുതിയാൽ ഞാൻ തോറ്റു. അതുകൊണ്ട് ഞാന് പരീക്ഷ എഴുതുന്നില്ലെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു. ചേട്ടൻ ഇത് അമ്മയോട്. അപ്പൊ അന്നേരത്തേക്ക് അമ്മയ്ക്ക് കുറച്ചുകൂടെ നല്ല ഒരു ആത്മീക വെളിച്ചമൊക്കെ ഇങ്ങനെ കിട്ടി. അമ്മയ്ക്ക് ഇത് മനസ്സിലായി, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പോരാട്ടമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ അമ്മേനോട് നീ കോട്ടയത്ത് ഇങ്ങനെ തന്നെ വീട്ടിൽ ഇരിക്കണ്ട, കാരണം ഫാദർ രാവിലെ പഠിപ്പിക്കാനും ക്ലാസ്സിനും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. ഫാദർ ഒരു അധ്യാപകനാണ്, നല്ലൊരു അധ്യാപകനാണ്, ബ്രില്യന്റിലെ ഫിസിക്സിന്റെ അധ്യാപകനാണ്. അപ്പം ക്ലാസ്സുകളോടുള്ള ബന്ധത്തില് ഫാദർ രാവിലെ പോകും. പിന്നെ ഈ ആത്മീകമായ പ്രാർത്ഥനകളും കാര്യങ്ങളും അതിൻ്റെ കൂടെ എറണാകുളത്ത് ബിസിനസ് ഉണ്ടാവും. അമ്മ എറണാകുളത്താണ്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ഗാന്ധി നീ കുറച്ച് ദിവസം എൻ്റെ കൂടെ എറണാകുളത്ത് നിൽക്കാൻ പറ്റും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ശത്രുവിന്റെ വെല്ലുവിളിയാണെന്ന് മനസ്സിലായി. അതായത് ഞാൻ അങ്ങനെ എറണാകുളത്ത് കുറച്ച് ദിവസം ചെന്ന്
അവിടെ ഒന്ന് പഠിക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പം കുറച്ച് ദിവസം അങ്ങനെ അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു രണ്ട് സഹോദരിമാരും അവരിൽ ഒരാളുടെ സഹോദരനോട് ഒരു ചെറിയൊരു പ്രയർ ഗ്രൂപ്പ്. അപ്പൊ ഒരു ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ 1999 ഏപ്രിൽ മാസം 24-ാം തീയതി ശനിയാഴ്ച കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുക. അപ്പൊ എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടം. അത് ഏത് പാട്ടും എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഈ നല്ല നല്ല ക്രിസ്തീയ ഗാനങ്ങൾ, അതുപോലെ തന്നെ ഉള്ള പാട്ട് ഞാൻ ആസ്വദിക്കും. അപ്പം ഇത് കൺവെൻഷൻ ആയതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, നമുക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ടേ, എന്നൊരു കൺവെൻഷൻ ഉണ്ട്, ഓപ്പൺ എയറിൽ പോയി കുറച്ച് പാട്ടൊക്കെ കേട്ടൊന്ന് റിലാക്സ്ഡ് ആയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു എന്നാ ശരി, എന്നാ ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കൺവെൻഷൻ കേൾക്കാൻ പോവാൻ എന്നെയും കൂടെ കൊണ്ടുപോയി. അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ടു. അന്ന് ദൈവവചനം അവിടെ സംസാരിച്ചത് കർത്താന്റെ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ കായംകുളം. അദ്ദേഹം എന്താ സംസാരിച്ചതെന്നൊന്നും ഞാൻ അന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ വളരെ ബഹുമാനത്തോടെ വളരെ സ്നേഹത്തോടെ പറയുന്നു, വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തൃദാസനാണ് ആ ദൈവ മനുഷ്യൻ. കൺവെൻഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിനടുത്ത് പ്രാർത്ഥിക്കാൻ എന്നെ അമ്മ വിളിച്ചു കൊണ്ടുപോയി. അപ്പം കർത്താൻദാസിനെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം അപ്പൊ ആ കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് റൂമിലോട്ട് വന്നു. എന്റെ തലയെ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, ആന്റി ഈ മോൻ വേഗത്തിൽ ദൈവകൃപ വരും. അദ്ദേഹം പറഞ്ഞ വാചകം, ആന്റി ഈ മോൻ വേഗത്തിൽ ദൈവകൃപയിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞങ്ങളിങ്ങി പോന്നു. അപ്പൊ സാങ്കുട്ടി പാസ്റ്ററും ഒക്കെ നമ്മുടെ ആ ചർച്ച നടത്തുന്ന കൺവെൻഷൻ ആയതുകൊണ്ട് പാസ്റ്റർ അവിടെ ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഇനി എന്താ ഈ തീരുമാനങ്ങളൊക്കെ? ഞാൻ പറഞ്ഞ പാസ്റ്ററെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ ഞാൻ പോകുന്നു. എനിക്ക് പരീക്ഷയൊക്കെ എഴുതാൻ ഒരു മടിയൊക്കെ ഉണ്ട്, തോറ്റു പോകുന്നൊക്കെ ചിന്തയുണ്ട്. ഇനി സ്നാനപ്പെട്ടാലേ ഒക്കുള്ളൂ എന്നറിയത്തില്ലെന്ന് ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹവും വണ്ടി കയറിപ്പോയി. അപ്പൊ എൻ്റെ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുന്ന പ്രയർ ഗ്രൂപ്പിലെ ഒരു ബ്രദറും 2 സഹോദരിമാരും അവരും ഈ കൺവെൻഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് അമ്മ പറഞ്ഞു, അനി എൻ്റെ കൂട്ടത്തിലുണ്ട്, ഇന്ന് രാത്രി കുറച്ചു നേരം അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഇതിനിടയ്ക്ക് വളരെ രസകരമായ വേറെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഈ വീക്കെൻഡ്സിൽ അവിടെ ചെല്ലുമ്പോൾ സൺഡേ ഞാൻ ആരാധനയ്ക്ക് അമ്മയോട് പോകും. പാലാരിവട്ടത്തുള്ള ചർച്ചിൽ ഞാൻ ആരാധനയ്ക്ക് പോകും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൈയടിച്ച് ഈ അന്യഭാഷയെന്ന് നമുക്ക് അന്നറിയത്തില്ല, ആളുകളല്ലേ ഏതാണ്ടൊക്കെ പറയുക. അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി അങ്ങോട്ട് കൂടി വന്നിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ 2 ചെവിക്കകത്തും 2 പേരിൽ തള്ളിക്കയറ്റി കാത് പൊത്തി അടച്ച് കുറച്ചു നേരം അവിടെ ഇരിക്കും. എന്നിട്ടും ഇരിക്കാൻ വേണമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി ഹോളിന്റെ വെളിയിൽ നിന്നിട്ടുണ്ട്. അത് ഇന്നെനിക്കത് മനസ്സിലാവും. നമ്മളങ്ങനെ പറയുമ്പോൾ ഈ ആത്മാവിന്റെ ആരാധന പാരമ്പര്യ സ്വാധീനങ്ങളിലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനത് വളരെ ചിന്തിച്ചാണ് പറയുന്നത്. അത് ആരെയും വേദനിപ്പിക്കാനോ ആരെയും പരിഹസിക്കാനോ അല്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സത്യം അറിയാത്തവർക്കും ഈ ശക്തി അനുഭവിക്കാൻ കഴിയാത്തവർക്കും ആത്മാവിന്റെ ആരാധന എന്ന് പറയുന്നത് വളരെ 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 എങ്ങനെയാണ് മാന്യമായിട്ട് പറയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവരിത് അറിയുന്നില്ല. സത്യത്തിൽ അവർ ദണ്ഡിപ്പിക്കപ്പെടുക. ആത്മാവിന്റെ ആരാധന അങ്ങോട്ട് വരുമ്പോൾ അതിന് ആ ഒരു അനുഭവത്തിൽ അല്ലാത്ത ആളുകളെ സമയത്തോളം ഇത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പ്രയാസങ്ങളുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ ദി സ്പിരിറ്റ്സ്. ഞാൻ വീണ്ടും പറയുകയാണ്,
എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്തോണം. ഞാൻ ഒരു വിഭാഗത്തിലുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തിലുള്ളവരെ വേദനിപ്പിക്കാനുള്ളത് ഞാൻ ഇതിന്റെ അനുഭവസ്ഥനാണ് ഞാൻ പറഞ്ഞില്ലേ, 2 ചെവിക്കകത്തും വിരല് തള്ളി കയറ്റി ഞാൻ ചർച്ചിലിരിക്കും കുറച്ചു നേരം അവിടെ, എന്നിട്ടും ഇരിക്കാൻ മേലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയി ഇവരുടെ കയ്യടിയും ബഹളവും കഴിയുന്നവരെ പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു പോയി നിന്നിട്ടുള്ള മനുഷ്യൻ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. എന്ന് തല്ലിക്കൊന്നാലും വെള്ളത്തിലിറങ്ങുക. അപ്പൊ ഇതിനിടയ്ക്ക് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കർത്താവ് ഇവരെന്നെ പറഞ്ഞു. പാസ്റ്റർ ഇതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു തന്നു, ഇതിങ്ങനെ ഇത് എന്തെങ്കിലും പറയുന്നതല്ല, ഇതിന് അന്യഭാഷ എന്നാണ് പറയുന്നത്, ഇതൊരു അനുഭവമാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്, ഇതിന് ബൈബിളിൽ തെളിവുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്ന പോലെ, കർത്താവ് ഇത് ഒരു സത്യമാണെങ്കിൽ എനിക്കും ഇത് വേണം. അത്രേ എനിക്കറിയത്തുള്ളൂ. സത്യമാണെന്നൊന്നും എനിക്കറിയാൻ മേല. ഇതൊരു സത്യമായ കാര്യമാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട് പാപം മോചിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്മാർട്ടായിട്ട് നടക്കുക. അപ്പൊ ഞാൻ കർത്താവിനോട് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞു, കർത്താവ് ഇതൊരു സത്യമായ അനുഭവമാണെങ്കിൽ, ഈ എല്ലാവരും ഇതിൽ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയാതെ ഇത് സത്യമാണ്, എനിക്കും വേണം. അത്രയും പറയാൻ എനിക്കറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എളിയ പ്രാർത്ഥനയൊക്കെ എടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അത് എവിടെയേക്കാനാണ്, നമുക്ക് അറിയാവുന്ന പോലൊക്കെ നമ്മൾ കർത്താവിനോട് പറയുന്നു. അപ്പൊ അന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ സ്ഥലത്ത് വന്ന് എൻ്റെ ഞങ്ങളുടെ വണ്ടിയില് ഈ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുന്ന 2-3 പേരുടെ കയറി. അവരെ കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ച് ഇന്നത്തെ രാത്രി പോയി കിട്ടി. എങ്ങനെയും വീട്ടിൽ ചെന്നതെല്ലാം കഴിച്ചേച്ച് കിടക്കാമെന്നും കണ്ടിരിക്കുമ്പോഴാ ഇനിയിപ്പം ഇത്രയും നേരം ഇവിടെ പ്രാർത്ഥനയായിരുന്നു, ഇനിയിപ്പം വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും പ്രാർത്ഥന. അപ്പം വീട്ടിൽ ചെന്നു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ പോവാ, നീ കൂടെ വന്നിരിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനില്ല, എനിക്ക് തലവേദനയാ, ഞാൻ കിടക്കാം. പ്രാർത്ഥനയല്ലേ, ഗുണമൊന്നും നിനക്കുണ്ടായില്ലേലും ദോഷം ഉണ്ടാകുകയല്ലോ, പ്രാർത്ഥനയായിട്ട് വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന സംഭവം 1999 ഏപ്രിൽ മാസം 24-ാം തീയതി ശനിയാഴ്ച രാത്രിയിലാണ്. ഇത് നടക്കുന്നത് എറണാകുളത്ത് കച്ചേരിപ്പടിയുള്ള ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. അപ്പം അമ്മയെ പിണക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു, വളരെ ഒരു ധിക്കാരപരമായിട്ടൊക്കെ. അപ്പം അവര് ഇങ്ങനെ പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് ഒരു സിസ്റ്റർ ചോദിച്ചു, ബ്രദറിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും തോന്നുന്നില്ല. ഒരുമാതിരി അവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മുഴുവലും എടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നാ ഈ പറഞ്ഞതിന്റെ മലയാളം. അവരതങ്ങ് വിട്ട് അവർ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞപ്പം അവർ പിന്നെയും ചോദിച്ചു, ബ്രദറിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അപ്പൊ പഴയ ബലം ഇല്ല. ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും തോന്നുന്നില്ല, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ്. അപ്പം ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഈ PG ഫൈനൽ ഇയറിന്റെ എക്സാം എഴുതത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ എറണാകുളത്ത് പോയി നിൽക്കുക, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു പൈശാചികമായ പോരാട്ടമാണെന്നും വെല്ലുവിളിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാ ഈ അമ്മയും കൂടെ ഉള്ളവരും പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പരീക്ഷ എഴുതി പാസ്സാകണ്ടേ? ഇതിനകത്ത് ഇപ്പം നമ്മള് ഇതിനെക്കുറിച്ച് ആ അളവിൽ മനസ്സിലാക്കുന്നില്ല. പക്ഷെ വേഗത്തിൽ പറയണമല്ലോ സിസ്റ്ററെ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് അവരെന്നോട് ചോദിച്ചെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഒന്നും തോന്നുന്നില്ലെന്ന് പഴയ ബലത്തോടെ അല്ലെങ്കിലും പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനിടയില് എപ്പോഴോ എൻ്റെ ഹൃദയം ഒന്ന് ഉറങ്ങി, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോഴും ഓർത്തു, കർത്താവേ, ഇതൊരു സത്യമായ അനുഭവമാണെങ്കിൽ എനിക്കും കൂടെ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഹൃദയം കൊണ്ട് ഇത് തന്നെ പ്രാർത്ഥിച്ചു. ചുരുക്കി പറയട്ടെ സിസ്റ്ററെ, എനിക്കൊന്നൊരു 10 മണി 9:45 ഞാൻ അവിടെ ചെല്ലുന്നത്. ഒരു 10 ആയി കാണും. എനിക്ക് പൂർണ്ണമായ സുബോധമുണ്ട്.
എനിക്ക് കണ്ണ് കാണാം, എനിക്ക് ചെവി കേൾക്കാം, ഞാൻ എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം, എന്റെ കൂടെ ആരെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. അതിഭയങ്കരമായൊരു ശക്തി, ഹല്ലേലൂയ, അതിഭയങ്കരമായൊരു ശക്തി, വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ ഒരു അത്യന്ത ശക്തി എന്റെ മേലെ ഇറങ്ങി വരികയും ഞാൻ അന്ന് വരെ ഉച്ചരിച്ചിട്ടില്ലാത്ത നിരവധി ഭാഷകൾ, ഒരു വാക്കും രണ്ടു വാക്കും ഒന്നുമല്ല, ഒരു വാക്കും രണ്ടു വാക്കും രണ്ടര വാക്കും ഒന്നുമല്ല, a torrent of tongues, a torrent of tongues. 10:10 തുടങ്ങിയ ആരാധന എനിക്ക് 11:45 വരെ ഞാനിങ്ങനെ അന്തരീക്ഷത്തിൽ പറക്കുക. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരു സത്യമാണ്, പരിശുദ്ധാത്മ ശക്തി ഒരു സത്യമാണ്, അഭിഷേകം ഒരു സത്യമാണ്, അന്യഭാഷ ഒരു സത്യമാണ്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ സത്യമാണ്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ ദയവായി നിങ്ങൾ സ്തോത്രം ഇതിനെ ചോദ്യം ചെയ്യരുത്, പരിഹസിക്കരുത്. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തിയിട്ടില്ല. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായ ദൈവമാണ്. ഹല്ലേലൂയ. 10:10 തുടങ്ങിയ ആരാധന ഞാനിങ്ങനെ റബ്ബർ പന്ത് പോലെ അന്തരീക്ഷത്തിൽ എന്റെ സിസ്റ്ററെ അന്ന് ഞാൻ സന്തോഷിച്ചതുപോലെ പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത്രയൊരു സന്തോഷത്തിന്റെ അനുഭവം പിന്നെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വിരളമായിട്ടേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാന് ഒരു 1.5 മണിക്കൂറോളം ആത്മാവിൽ കുതിച്ച ശേഷം ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ മലയാളത്തിൽ പിന്നെ ആദ്യം പറയുന്ന പദം, അമ്മേ എനിക്ക് സ്നാനപ്പെടണമെന്നാണ്. പ്രീസല്ലോ. ഞാൻ എവിടെ സാക്ഷ്യം പറഞ്ഞാലും പറയും, ഞാൻ സ്നാനപ്പെട്ടത്, എന്നെ സ്നാനക്കുളത്തിലും സ്നാനക്കടവിലെ വെള്ളത്തിൽ ഇറക്കിയത് പരിശുദ്ധാത്മാവ്. ഒരു പാസ്റ്ററും പറഞ്ഞിട്ടല്ല ഞാൻ സ്നാനപ്പെട്ടു, ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടല്ല ഞാൻ സ്നാനപ്പെട്ടു, ആരും നിർബന്ധിച്ചിട്ടല്ല ഞാൻ സ്നാനപ്പെട്ടു. എന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നു. ഞാൻ സത്യമായിട്ട് ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, അങ്ങനെ ഒരു അനുഭവം അന്ന് എനിക്ക് ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഇന്നും എന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. അപ്പം എന്നോട് അമ്മ പറഞ്ഞു, എടാ പിന്നെ ഡാഡിയൊക്കെ ഇതിന് വളരെ വിപരീതമല്ല, എഗൻസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇതിന്റെ മറുപടി ദൈവം എനിക്ക് തന്നു. ഇതൊരു സത്യമാണെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെ ദൈവം എന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെട്ടേ ഒക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നീ തന്നെ പാസ്റ്ററെ വിളിച്ചു പറയാൻ പറഞ്ഞു. രാത്രി തന്നെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. പിറ്റേ ദിവസം രാവിലെ 1999 ഏപ്രിൽ മാസം 25 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ശേഷം സ്തോത്രം എൻ്റെ സ്നാന ശുശ്രൂഷ നടക്കുവാൻ കൃപ ചെയ്തു. ഞാൻ അതിനകത്ത് പിശാചിന്റെ വലിയൊരു പോരാട്ടം അന്ന് രാവിലെ ഉണ്ടായി. ദൈവത്തിന് അന്ന് രാവിലെ ഞാൻ ഉണരുമ്പോൾ എനിക്ക് തീ പോലത്തെ പനിയാണ്. ഈ തീ പോലത്തെ പനിയും കൊണ്ട് എങ്ങനെ വെള്ളത്തിലിറങ്ങും? അമ്മയ്ക്കും പ്രയാസമായി, കാരണം ഇത്രയും പനി വെച്ചോണ്ടെങ്കിൽ വെള്ളത്തിലിറങ്ങുക. ഞാൻ പറഞ്ഞ അമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞു. മുട്ടയിലോട്ട് അങ്ങോട്ടിരുന്നു. മുട്ടയിലങ്ങോട്ടുണ്ട് 10 മിനിറ്റ് ആത്മാവിൽ ആരാധിച്ചത് സിസ്റ്ററെ, പനി പോയ വഴി കണ്ടില്ല. ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവമായി ദൈവാത്മാവിന്റെ ശക്തി അവയവങ്ങളിൽ വ്യാപരിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, സൗഖ്യമാകാത്ത രോഗങ്ങളില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് രോഗവുമായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലവുമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, ഏത് തടസ്സവുമായിക്കൊള്ളട്ടെ, വാസ്തവമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചാൽ അതിന് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത ലേഖനത്തിൽ 1 കൊരിന്ത്യർ 2:11 1 കൊരിന്ത്യർ 2:4 എന്റെ ഓർമ്മ, സ്തോത്രം,
പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, 2:4 എന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. വാക്യം ഇതാണ്: നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണം. The power of God should be the basis of your faith. വേറൊരാൾ പറഞ്ഞു കേട്ടതുകൊണ്ടോ വേറൊരാൾക്ക് ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടോ അല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത്. നമുക്ക് അനുഭവം ഉണ്ടാണ്. ഞാൻ സ്തോത്രം വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ആത്മീക ജീവിതം, ഇറ്റ്സ് എ ഡെഡ് സ്പിരിച്വൽ ലൈഫ്. ഇതാരൊക്കെ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല, ആര് കേട്ടാലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്ത ഒരു ക്രിസ്തീയ ജീവിതം, ഇറ്റ് ഈസ് എ ഡെഡ് സ്പിരിച്വൽ ലൈഫ്, എസ്പെഷ്യലി ഇൻ അവർ കോണ്ടെക്സ്റ്റ്. പൗലോസ് പറഞ്ഞ പോലെ പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നോ, ഞാൻ മറ്റാരെ കുറിച്ചല്ല പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാധനയ്ക്ക് പോകുന്ന, കർത്തൃമേശ എടുക്കുന്ന ദൈവമക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആത്മീയ ജീവിതം വിരസമാകുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയാത്തത്. പ്രാർത്ഥനാ ജീവിതം വിരസമാകുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയാത്തതാണ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. എൻ്റെ സമയങ്ങൾ ക്ലോസ് ചെയ്യാനുള്ള സമയങ്ങൾ അടുത്ത് വരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം സ്നാനപ്പെട്ടു. ദൈവസഭ തുടർമാനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ് വചനത്തിന്റെ വാതിലുകൾ എനിക്ക് തുറന്നു തന്നു. സ്തോത്രം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്നും സ്തോത്രം ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തെയാണ്. കൃപാവരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാന് ദൈവം നിയോഗം തരുമ്പോൾ ദൂതൊക്കെ പറയുന്ന ആളാണ്. സ്തോത്രം. അതിനെയെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ എല്ലാത്തിനും ആധാരം എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. കർത്താവ് വചനത്തിന്റെ വാതിൽ തുറന്നു തന്നു. സ്തോത്രം. അങ്ങനെ സ്തോത്രം ഞാൻ പലയിടങ്ങളിൽ ആത്മീക ശുശ്രൂഷകൾക്ക് ദൈവം വേദിയൊരുക്കി. കർത്താവ് അയക്കുന്നിടത്തൊക്കെ കടന്നു എന്ന് ദൈവം തരുന്ന വചനത്തിന്റെ ആലോചനകളും പ്രവചന ദൂതുകളും ഒക്കെ ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2003 അപ്പം എന്റെ എനിക്ക് ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി സ്നാനത്തോടുള്ള ബന്ധത്തില്. സ്തോത്രം. സോറി. അപ്പൊ അന്നേരം നമ്മുടെ വിവാഹമാണ് വിഷയം. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ ഇങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്ക് പെണ്ണ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. സ്തോത്രം. ഏതായാലും 2003 അനുഗ്രഹിക്കപ്പെട്ട, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പെൺകുട്ടിയെ ദൈവം എനിക്ക് തുണയായിട്ട് തന്നു. അവളും ആത്മനിറവുള്ള കുട്ടിയാണ്, കൃപാവരങ്ങളുള്ള കുട്ടിയാണ്, അവൾക്ക് വെളിപ്പാടുകളുണ്ട്. സ്തോത്രം. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. അവളും ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. സ്തോത്രം. അപ്പൊ തന്നെ എൻ്റെ വൈഫിന് വാസ്തവത്തില് അതൊക്കെ വലിയ ദൈവപ്രവർത്തികളാണ്. എൻ്റെ വൈഫിന് കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പാടാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. PCOD-യുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങള് തിരുവഞ്ചൂർ ഒരിടത്തൊരു കൺവെൻഷന് അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ നടന്ന ആരാധനയിൽ എൻ്റെ വൈഫിന് മേൽ ദൈവശക്തി ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ തടസ്സം മാറി. സ്തോത്രം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം ദാനമായിട്ട് തന്നു. എൻ്റെ മോള് +2 കഴിഞ്ഞ് വിദേശത്ത് പഠിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മോന് 11th പഠിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ഒരു തുണ. സ്തോത്രം. ലോക പ്രസിദ്ധയായ സുവിശേഷകയായ ഒരു മാതാവ്. സ്തോത്രം.
ഒരു മകൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം 2004 ഈ നമ്മുടെ ഫാദറിന്റെ വീട് കോട്ടയം മാങ്ങാനത്താണ്. മാങ്ങാനത്ത് നമ്മള് അല്പസ്ഥലം മേടിച്ച് ഒരു ചർച്ച് കർത്താവിന്റെ ദാസിയോട്, എൻ്റെ അമ്മയോട് ദൈവത്തിന്റെ ആത്മാവ് തുടർമാനമായി 3 വർഷങ്ങൾ ദേശത്ത് ദൈവത്തിന്റെ പെട്ടകങ്ങൾ എന്ന് തുടർമാനമായി 3 വർഷങ്ങൾ അങ്ങനെ ഇടപെട്ടു. അതുകൊണ്ട് അങ്ങനെ അല്പസ്ഥലം മേടിച്ച് അവിടെ ഒരു ആരാധനാലയം ഉയർന്നു വരുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഒരു കൂട്ടം സാധുക്കളായ ആളുകളാണ് ആ കൂട്ടായ്മയിലുള്ളത്. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അതിൻ്റെ പാസ്റ്ററായിരിക്കുന്നു. ഞാൻ ഒരു വാണിജ്യശാസ്ത്രം കൊമേഴ്സ് അധ്യാപകനായിരിക്കുന്നതോടൊപ്പം തന്നെ സ്തോത്രം ഞാൻ എവിടെ ആരോട് പറഞ്ഞാലും ആദ്യം ഞാൻ പാസ്റ്ററാണെന്ന് പറയുന്നു. സ്തോത്രം. അധ്യാപകനൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. സ്തോത്രം. ഏറ്റവും നമ്മുടെ എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഒരു പ്രിവിലേജ് ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണുന്നത്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നി ഒരു മെസ്സേജ് കൊടുത്ത് പറഞ്ഞു, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരണം. ക്രിസ്തുവിൽ നമ്മൾ ആരാണ്? ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള നമുക്ക് ക്രിസ്തുവിൽ പദവികളുണ്ട്, ക്രിസ്തുവിൽ നമുക്ക് അധികാരങ്ങളുണ്ട്. അല്ലെ? അവനെ യോഹന്നാൻ 1:11 പറഞ്ഞവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അല്ലെ? ഇറ്റ്സ് എൻ അതോറിറ്റി. ദൈവത്തിന്റെ പൈതൽ അല്ലെ? ഈ പ്രപഞ്ചം മുഴുവൻ വായിലെ വാക്കിനാൽ ഉളവാക്കിയ ദൈവത്തിന്റെ പൈതലാകുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മകനാകുക, ദൈവത്തിന്റെ മകളാകുക എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. അതൊരു പ്രിവിലേജ് അല്ലേ? അപ്പൊ എന്തിനാണ് സ്നാനം? എന്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ സ്നാനത്തോട് വളരെ വിരോധമായിരുന്നു. പിന്നെ അനിപാസ്റ്റർ എന്തിനാ സ്നാനപ്പെട്ടത്? സ്നാനം എന്ന് പറയുന്നത് ഞാൻ ബിബ്ലിക്കലായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് വചനം വിട്ടൊരു പറച്ചിലില്ല. അതുകൊണ്ട് ചിലപ്പം 10 മിനിറ്റ് ഒക്കെ കൂടുതലെടുക്കും. കട്ട് ചെയ്യണം. സ്തോത്രം. സ്നാനം ഒരു സഭ വിട്ട് വേറൊരു സഭയെ ചേരാനോ, ഒരു സംഘടന വിട്ട് വേറൊരു സംഘടനയെ ചേരാനോ, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിൽ പോകാനോ, ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെയും ശാപത്തിന്റെയും പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ ഈ യാഗമാക്കി. യേശു കർത്താവ് അവസാനത്തുള്ള രക്തം വരെയും കാൽവരിയിൽ ഊറ്റിത്തന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന മാത്രയിൽ നിങ്ങളൊരു ദൈവപൈതലായിത്തീരും. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ യേശുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്തോടനുബന്ധിച്ച് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ സ്തോത്രം പരിശുദ്ധാത്മാവ് പ്രാവുന്ന ദേഹരൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗം തുറന്നു. സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്നാനം ഒരു മനുഷ്യന്റെ കൽപ്പനയല്ല. സ്നാനം ഒരു സഭയുടെ കൽപ്പനയല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് സ്നാനം. എന്തിനാണ് സ്നാനപ്പെടുന്നത്? എന്റെ പാപത്തിന്റെയും ശാപത്തിന്റെയും പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ മുറ്റിത്തന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിന്റെ മരണത്തോടും അവന്റെ അടക്കത്തോടും അവന്റെ പുനരുത്ഥാനത്തോടും എനിക്ക് ഒന്നായി തീരണം, എനിക്ക് ഏകീഭവിക്കണം. ഈ 3 കാര്യങ്ങളോടും, യേശുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന ശ്രേഷ്ഠമായ ഗൗരവമുള്ള ശുശ്രൂഷയാ സ്നാനം എന്ന് പറയുന്നത്. സ്നാനം എന്ന് പറയുന്നത് പെന്തിക്കോസിൽ ചേരാനാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്.
അങ്ങനെ 2004 മുതൽ ദൈവകൃപയാൽ ഇന്ന് വരെ മാങ്ങാനത്തുള്ള മിസ്ബാ ഫുൾ ഗോസ്പൽ ചർച്ച് എന്ന് അറിയപ്പെടുന്ന ദൈവസഭയുടെ പാസ്റ്ററായി നിലവിലായിരിക്കുന്നു. നാളെ എന്നെ കുറിച്ചുള്ള ദൈവപദ്ധതികൾ എന്താണെന്ന് എനിക്കറിയില്ല. സ്തോത്രം. 2020 എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നവരുടെയായി. കർത്താവിന്റെ സ്തോത്രം. ജ്യേഷ്ഠനും കുടുംബവും അവരെല്ലാം ദൈവകൃപയിൽ വന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സ്നാനപ്പെട്ടു. സ്തോത്രം. ഒരു രോഗത്താൽ ബാധിതനായി. അത് നമ്മൾ 2019 അറിയുന്നത്. 2020 ഫെബ്രുവരിയിൽ ചേട്ടൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. സ്തോത്രം. ഇനിയിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഉള്ളി സൺ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു. ചേട്ടന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. നിലവിൽ അങ്ങനെ ഞാൻ പഠിപ്പിച്ചു. ഞാൻ ഈ മിസ്ബാ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്നതോടൊപ്പം ഒരു ചെറിയ ഭൗതിക ജോലിയിലുമായിരിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ വാഞ്ച എന്ന് പറയുന്നത് ദൈവവചനം കഴിവുള്ളിടത്തോളം ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ബാക്കി ഇപ്പം നമ്മൾ ലോകം അറിയപ്പെടുന്ന പ്രവാചകനാകണോ, അതൊക്കെ നല്ല കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. പക്ഷേ എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ ദൈവവചനം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് നമ്മളിങ്ങനെ കാണുന്നത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായതുകൊണ്ട് തെറ്റിപ്പോകും. അപ്പൊ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അറിയണം. 1 തിരുവെഴുത്ത് അറിയണം, 2 ദൈവശക്തി അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എനിക്ക് 6 ദിവസത്തിനപ്പുറത്ത് ജീവിക്കത്തില്ലെന്ന് വിധി എഴുതിയത്. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്, ഞാൻ എൻ്റെ മെഡിക്കൽ ഇതിലേക്ക് ഞാൻ അധികം പോകാൻ താല്പര്യപ്പെടുന്നില്ല. സത്യത്തിൽ എൻ്റെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജോർജ് കൂർ എന്നോട് പറയായിരുന്നു, ഇനി യു ആർ എ വാക്കിംഗ് മിറക്കിൾ. കാരണം എൻ്റെ ബ്രെയിനിന്റെ, നമ്മുടെ തലയുടെ പുറയിൽ നമുക്ക് ബ്രെയിനിന് പല ലോബ്സ് ഉണ്ട്. അതിൽ 2 തലയുടെ പുറയിലാണ്. അപ്പൊ എല്ലാവരുടെയും ബ്രെയിനിന്റെ ലോബ് എന്ന് പറയുന്നത് ഇങ്ങനെ തുറന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് നല്ല എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്ലോയും നല്ല എമൗണ്ട് ഓഫ് ഓക്സിജൻ സപ്ലൈയും ബ്രെയിനിലേക്ക് കിട്ടും. എൻ്റെ ഒരു ലോബ് ഓൾമോസ്റ്റ് ഷട്ടാണ്, ക്ലോസ്ഡ് ആണ്. അപ്പൊ സാധാരണ ഒരാളിന് ലഭിക്കുന്ന അത്രയും രക്തഓട്ടം എൻ്റെ തലച്ചോറിലേക്ക് ചെല്ലത്തില്ല, അത്രയും ഓക്സിജൻ സപ്ലൈ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻസിന്റെ പ്രയാസങ്ങളുണ്ട്, തലവേദനകളുണ്ട്, അല്പമായ മറവികളുണ്ട്. പക്ഷെ അതൊക്കെ അവിടെയാണ് ഞാൻ ദൈവകൃപ എന്ന് പറയുന്നത്. ഈ കൃപ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ എന്നെ നോക്കിയാൽ മതി. ഞാൻ ബൈബിൾ സ്കൂളിന്റെ ദിണ്ണം കണ്ടു. പക്ഷേ 20-ൽ പരം കൊല്ലമായിട്ട് 52 ഞായറാഴ്ചയും പ്രസംഗിക്കാനുള്ള ദൈവവചനം ദൈവം എൻ്റെ ഹൃദയത്തിൽ തരും. അതല്ലേ കൃപ, അതല്ലേ കൃപ. സ്തോത്രം. ഇതിനല്ലേ ദൈവകൃപ എന്ന് പറയുന്നത്. സ്തോത്രം. ഒരാളുടെ ഫോൺ നമ്പർ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ കൃപയാൽ എനിക്ക് ഓർത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്റെ ആധാർ നമ്പർ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നിന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ ആധാർ നമ്പറും പാൻ നമ്പറും ഒക്കെ കാണാൻ അറിയാവുന്ന ഒരാളുടെ ഞങ്ങൾ ഇപ്പോഴാണ് കാണും. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേത് അറിയാം. അവിടെ ഞാൻ പറയുന്നത് ദൈവകൃപയെക്കുറിച്ചാണ്, ദൈവത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. കാരണം എൻ്റെ ബ്രെയിനിന്റെ ലോബ് ഓൾമോസ്റ്റ് ഷട്ടായി, ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് കുറഞ്ഞ്, ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ്, അതായത് എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ശ്രദ്ധിക്കാതെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ അൽഷീമേഴ്സ് പോലുള്ള അവസ്ഥയിലേക്ക് ഇത് പോകരുത്, അതുകൊണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ സംസാരിച്ച സന്ദർഭങ്ങളിലെല്ലാം ദൈവവചനം വിത്ത് റെഫറൻസാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഒന്നും കുറിച്ച് വെച്ചിട്ടില്ല. ഇറ്റ് ജസ്റ്റ് ഫ്ലോസ് ഫ്രം മൈ ഹാർട്ട്. അത് എൻ്റെ ദൈവത്തിന്റെ എന്നോടുള്ള കൃപയാണ്. എൻ്റെ ഒരു മിടുക്കുമല്ല, എൻ്റെ ഒരു സാമർഥ്യമല്ല. എനിക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ തന്നവന് എന്നോടുള്ള സ്നേഹമാണ്. എൻ്റെ ഹൃദയത്തിലെ
ഏറ്റവും വലിയ വാഞ്ച. ലോകത്തിൽ ഇതാരൊക്കെ കേട്ടാലും ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആളുകളിലേക്ക് എത്തിക്കണം, അതവരെ പഠിപ്പിക്കണം. സ്തോത്രം. കർത്താവ് അയക്കുന്നിടത്തൊക്കെയും കർത്താവിന്റെ വചനവുമായി പോകണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തോളും. ദൂതും പ്രവചനവും ഒക്കെ ദൈവം തരും, അതെല്ലാം നല്ലതാണ്. പക്ഷേ ദൈവവചനം, വിശേഷാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം, ലേഖനങ്ങൾ, യേശുവിനെ അറിയാത്തവർക്കുള്ളതാ സുവിശേഷം. സുവിശേഷങ്ങളിലൂടെ യേശുവിനെ അറിഞ്ഞവൻ ലേഖനങ്ങളിലൂടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് സ്തോത്രം മാങ്ങാനം ജംഗ്ഷനിൽ വെച്ച് ഞാൻ തീരേണ്ടത്, കാരണം ഞാൻ സഞ്ചരിച്ച മാങ്ങാനത്തോട്ട് ഞാൻ സഭായോഗം നടത്താൻ പോവുക. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ചീറി പാഞ്ഞൊരു ബസ് വന്നു. ഞാൻ ഓർത്ത് ഇടിച്ച് കയറി തീർന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്റെ രോമത്തെ തൊടാൻ ദൈവം അനുവദിച്ചു. എന്റെ രോമത്തെ തൊടാൻ ദൈവം അനുവദിച്ചു. എന്റെ ന്യൂറോളജിസ്റ്റിന്റെ ഡയഗ്നോസിസ് ഒക്കെ 4-5 ലൈനുണ്ട്. അതിനകത്ത് ഒത്തിരി ടേംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. പക്ഷേ എനിക്ക് ഈ ദൈവവചനം എന്റെ കൈ കിട്ടിയാൽ പിന്നെ ഞാൻ ആളും. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദൈവവചനം. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ മാൻ വീണ്ടും ജനിക്കുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. കിടന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ വചനം കേൾക്കുമ്പോൾ അവൻ ആനന്ദം. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും നമുക്ക് ആസ്വദിപ്പാൻ കഴിയാതെ വന്നാൽ ക്രിസ്തീയ ജീവിതം വിരളമാണ്. പ്രാർത്ഥനാ ജീവിതം മുരടിക്കും. കൂട്ടായ്മകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരും. അത് കൂട്ടായ്മയുടെ കുഴപ്പമല്ല, അത് പിന്നെ എന്നാ പറയുന്നത്, പ്രസംഗിക്കുന്ന പാസ്റ്ററുടെ കുഴപ്പമല്ല. That is because we fail to experience the power of God. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് വന്നയാള്. അങ്ങനെയായിരുന്നു എന്നെ. ഞാനൊരിക്കലും കേട്ടോ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ല, എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ഞാനിങ്ങനെ ഒരു ദൈവഭാഗത്ത് വരുമെന്നോ ദൈവവൈതലാകുമെന്നോ പാസ്റ്റർ ആകുമെന്നോ അതൊന്നും എൻ്റെ ഇമാജിനേഷൻസിലൊന്നുമില്ല. പക്ഷെ ദൈവം ആക്കി വെച്ചു. അപ്പൊ ഞാനത് പറഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോൾ, നമുക്കെതിരെ ശത്രു എന്ത് വിധി എഴുതിയാൽ ഈ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു നിർണയമുണ്ട്. ആ ദൈവ നിർണയം മാത്രമേ നടപ്പാകത്തുള്ളൂ, അത് മാത്രമേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളത് ആലോചിച്ച് നോക്കി, എത്ര സന്തോഷമുള്ള ഒരനുഭവമാണ് ലോകപ്രസിദ്ധയായ ഒരു സുവിശേഷകയുടെ മകൻ. സ്തോത്രം. വേറെ ആർക്കെങ്കിലും അത് അവകാശപ്പെടാൻ പറ്റുമോ? നോ, ഇറ്റ്സ് ബൈബിൾ. അത് പറയുമ്പോൾ പിന്നെയും ദൈവവചനത്തിലോട്ട് പോകും. എന്താ യേശാവിന് എന്താ പറ്റിയത്? യേശാവ് ഒരു ഇബ്രായ ലേഖനം 12:15 സ്തോത്രം, ഒരു നേരത്തെ ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദൈവജനത്തെ തൊടുന്നില്ല. സ്തോത്രം. ഉണ്ടോ? ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോഡ് ഗിവൺ പ്രിവിലേജ്. ഒരു കുടുംബത്തിലെ ആ മൂത്ത കുട്ടിയായിട്ട് ജനിക്കുന്നവനാ ജ്യേഷ്ഠാവകാശം കിട്ടുന്നത്. ഇത് പണം കൊടുത്ത് വാങ്ങിക്കാനോ ആളിനെ സ്വാധീനിച്ചു വാങ്ങിക്കാനോ ഒന്നും പറ്റില്ല. ഇത് ദൈവത്താൽ നൽകപ്പെടണം എന്ന് പറയുന്ന പോലെ ലോകപ്രസിദ്ധ സുവിശേഷകയായ അന്നാക്കണ്ടത്തിലാൻറ്റിയുടെ മകൻ എന്നുള്ള പ്രിവിലേജ് ദൈവം തന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാന് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പം അമ്മ ചെയ്ത ഒരു കാര്യം, അമ്മ എന്നോട് വാദിക്കാനും തർക്കിക്കാനും വന്നില്ല. അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, ഞാന് ശുശ്രൂഷയിൽ തിരക്കോടെ ഓടി നടക്കുന്നത് കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം.
സ്തോത്രം. അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നു. ഇത്രയൊക്കെ ദൈവം ചെയ്തു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു തുണയെ തന്നു, അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ തന്നു. സ്തോത്രം. ദൈവവചനത്തിന് വേണ്ടി അണുവിട മാറാതെ വീറോടെ നിൽക്കുന്ന ഒരു നല്ല അമ്മയെ തന്നു. എൻ്റെ ഫാദറും നല്ല ഒരു ശാന്തനായ മനുഷ്യനുണ്ട്. ഡാഡി ഇതുവരെയും ദൈവകൃപയിൽ വന്നിട്ടില്ല. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളവിടെ സഭയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതെല്ലാം ഡാഡിയുടെ അനുഭവത്തോടു കൂടിയാണ്. ഒന്നിന് ഞാൻ ചർച്ചിലേക്ക് പോകാൻ 5 മിനിറ്റ് ലേറ്റ് ആയാൽ ഡാഡി എന്നെ വഴക്ക് പറയും. ഞാൻ ലേറ്റ് ആകരുത്, നിനക്ക് വേണ്ടി ജനം നോക്കിയിരിക്കാൻ പാടില്ല, ജനം വരുന്നതിന് മുമ്പ് നീ ചെല്ലണം. അങ്ങനെ അങ്ങനെ ഒരു നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചർച്ചിലൊക്കെ പോകാൻ ലേറ്റ് ആയാൽ ഫാദർ വഴക്ക് പറയും. എന്നെ അത് സമയം കളയുന്ന ഇവിടെ നിന്ന് കളഞ്ഞ് പെട്ടെന്ന് പോകും എന്ന് പറയും. അപ്പൊ അവിടെ സഭ നടത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഡാഡിയുടെ അനുവാദത്തോടു കൂടിയാണ്. ഡാഡിയും ദൈവകൃപയിൽ വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. സ്തോത്രം. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറിച്ചൊന്നും വെച്ചില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നൊരു ഫ്ലോയിൽ ഞാനൊക്കെ പറഞ്ഞതാണ്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഒരു പ്രചോദനവും പ്രയോജനമായി തീരുമെങ്കിൽ ഐ എം ഹാപ്പി. എൻ്റെ ഈ എളിയ സാക്ഷ്യവും ജീവിതാനുഭവങ്ങളും അനേകരുടെ കണ്ണു തുറപ്പിക്കട്ടെ, അനേകർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട പ്ലാറ്റ്ഫോമിൽ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് എന്നെ ക്ഷണിക്കുകയും അവസരം നൽകി തരികയും ചെയ്ത പ്രിയ ബീന ആന്റിയോടും വചനദീപ്തി പ്ലാറ്റ്ഫോമിനോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മള് പറഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകാൽ ആന്റി ഡെയിലി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഒരു 2-3 ദിവസം ഞാനും അല്പം തിരക്കിലായത് കൊണ്ടാണ്. ഓരോ സെക്കൻഡ്സിലും ഓരോ മൂമെന്റ്സിലും എന്നോട് പറയും, അനി ഇന്നത് കാര്യത്തിന് പോയിരിക്കുകയാണ്, ഇന്നടത്ത് പോയിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പേഴ്സണലി ഇടപെട്ടിട്ടില്ല എങ്കിലും ആന്റി എന്നോട് ഡീറ്റെയിൽസുകൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു എന്താ ബിലിറൂമിൻ കുറഞ്ഞ അവസ്ഥയില് ആന്റി എന്നോട് അത് ടെസ്റ്റിമണിയിലും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പേഴ്സണലിയും പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം മാറ്റിയിട്ടിട്ട് കൂടിയിട്ട് കുട്ടച്ചൻ ഉപദേശിയെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച കാര്യം. ഞാൻ നവജീവോദയത്തിലെ ബൈബിൾ സ്റ്റുഡന്റ് ആയിരുന്നു. കുട്ടച്ചൻ ഉപദേശിയെ എനിക്ക് പേഴ്സണലി അറിയാം. നല്ലൊരു ദൈവദാസനാണ്. ഞങ്ങള് കുട്ടച്ചായ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഇന്ന് കർത്തദാസൻ ഭൂമിയിലില്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സ്തോത്രം. വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടിട്ട്, ഞാനും 1991, 92 ആ കാലയളവിലാണ് അദ്ദേഹവുമായിട്ട് പരിചയമുണ്ടായിരുന്നത്. കൃപയാൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. കർത്തദാസൻ പറഞ്ഞതുപോലെ അനേകായിരങ്ങളുടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ലോക സ്ഥാപനത്തിനു മുൻപ് കർത്താവ് കണ്ടത്. ഇത് രണ്ടൂടെ നമ്മൾ യോജിപ്പിച്ച് നോക്കുമ്പോൾ അതാണ് ഇന്ന് ഈ ഭൂമിയിൽ ഈ കർത്താവിന്റെ ഈ വചനം എടുക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. ഞാനും എപ്പോഴും നോക്കും, ഞാനും ഒരു ജ്ഞാനായ അക്കോബായ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഞാനും ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കൃപയാല് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം കർത്താവിന് വേണ്ടി, അവന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവിനെ ചുമക്കുന്നവരെ കർത്താവ് ചുമക്കും. നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ലോകമെമ്പാടും ഈ സത്യവചനം എത്തണം. അനേകായിരങ്ങൾ കർത്താവിനെ അറിയണം. ജീവിക്കുന്ന സാക്ഷികളായിട്ട് നമുക്ക് ജീവിക്കണം. വിശുദ്ധിക്ക് വില കൊടുത്ത് നിൽക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ മാങ്ങാനത്തുള്ള ഈ ഗോസ്പൽ ചർച്ചില് ഞാൻ 1-2 പ്രാവശ്യം 1-2 പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ആന്റി എന്നെ പിക്ക് ചെയ്യുകയും ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
സ്തോത്രം സ്തോത്രം. കൃപയാൽ ഇടയ്ക്കൊക്കെ വളരെ ഇടയ്ക്കൊക്കെ കടന്നു സന്തോഷമുണ്ട്. വരിക. സ്വാഗതം സ്വാഗതം. ഇടയ്ക്കൊക്കെ കടന്നു വരിക, നമുക്ക് ഒന്നിച്ച് ആരാധിക്കുകയൊക്കെ ചെയ്യാം. ഒന്നിച്ച് സ്തോത്രം. കൂട്ടായ്മയായിരിക്കാൻ അവസരങ്ങൾ ഒരുക്കട്ടെ. സ്തോത്രം. ഞാൻ ആക്ച്വലി എന്നോട് സിസ്റ്റർ കഴിഞ്ഞ സൺഡേ ചോദിച്ചു. പക്ഷെ കഴിഞ്ഞ സൺഡേ എനിക്ക് വേറൊരു ഒരു സൂം മീറ്റിംഗിൽ ഒരു മെസ്സേജ് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ ഡേറ്റ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ സൺഡേയിൽ നിന്ന് ഈ ഡേറ്റിലേക്ക് ഒന്ന് മാറിയത് കേട്ടോ. സ്തോത്രം. കുഴപ്പമില്ല. അപ്പൊ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസൻ ഞങ്ങളോടൊത്ത് ഇത്രയും സമയം വളരെ തിരക്കേറിയ സാഹചര്യത്തിലും ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇത്രമാത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും വളരെ ക്ഷമയോടുകൂടി ഇത്രയും സമയം കർത്തൃപാദപീഠത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയോടെ മീൻസ് കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ എത്ര വയ്യാഴികക്കാരും ആരോഗ്യമുള്ളവരായി മാറുകയാണ്. കർത്താവിന്റെ നാമം നാട്ടിലെടുക്കുമ്പോൾ വയ്യാഴിക അങ്ങ് മാറിപ്പോകും. ആ ഒരു ലെവലിൽ കർത്താവ് കൃപയാൽ നിർത്തിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിദൂരത്തിലായിരിക്കുന്ന മോളെയും അനുഗ്രഹിക്കട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹപൂർണ്ണമാക്കട്ടെ. മോന്റെ വിദ്യാഭ്യാസം അനുഗ്രഹമാക്കട്ടെ. പ്രത്യേക വൈഫിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിയെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാൻ കർത്തദാസൻ കടന്നു വന്നതിൽ വളരെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്തദാസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയും സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം കേൾക്കുകയും നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. മാത്രമല്ല, കർത്തദാസൻ ഒരു പ്രാർത്ഥനാ വിഷയം നമ്മുടെ മുന്നിൽ വയ്ക്കുവാനിടയായി. തന്റെ ഡാഡിയുടെ മാനസാന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന് വരുന്ന അന്തരമാണ് മാനസാന്തരം. താൻ മാനസാന്തരത്തിലാണ് എങ്കിലും കൽപ്പന അനുസരിച്ചിട്ടില്ല, പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കണമേ. നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിൽ കടന്നു വരുന്ന എല്ലാവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. തുടർന്നും ഈ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കണമേ. നമുക്ക് കർത്തദാസിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തനെ കർത്താവേ, ലോക സ്ഥാപനത്തിന് മുൻപേ അങ്ങ് കണ്ടല്ലോ, ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തല്ലോ. തന്റെ ചെറിയ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ വേല ചെയ്യുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. പിന്നെയും ആ ബലമുള്ള കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. തന്നെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ അത്ഭുതകരമാവണ്ണം പിന്നെയും ഉപയോഗിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, ആത്മീയമായി പിന്നെയും കർത്താവ് കൃപകളെ നൽകി ആദരിച്ചാട്ടെ. അവിടുത്തെ നാമത്തിന് മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കണം. പ്രത്യേകമായി ആന്റിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആന്റിയെ ബലപ്പെടുത്തണമേ. കർത്താവ് ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം സ്വർഗത്തിലെ ദൈവം അറിയുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയയോടെ കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.